സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി ജീവിതത്തിന്റെ ഇടയിൽ കയറി വന്ന ഓരോ സ്വഹാബിമാരും ഓരോ പാഠപുസ്തകങ്ങളാണ്. നമുക്ക് വലിയ പാഠങ്ങളും ഒരുപാട് ചിന്തകളും നൽകുന്ന ബൃഹത്തായ ഗ്രന്ഥങ്ങളാണ് ഓരോ സ്വഹാബിമാരും. വർണ്ണശബളമായ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സുകൊണ്ടുകൂടി നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈമാനിന്റെ അഗ്നി അത് കൂടുതൽ ശക്തിയിൽ പ്രകാശിക്കുന്നത് സ്വാഭാവികമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിഹാദ് ചെയ്ത യുദ്ധക്കളത്തിൽ പോരാടിയ ഒരു ഗ്രാമീണനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ചപ്പോ ഇസ്ലാമിന് ഒരുപാട് ഗനീമത്ത് സ്വത്ത് കിട്ടി, യുദ്ധാർജിത സമ്പത്ത് കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സ്വഹാബിമാർക്കും അവരുടെ വിഹിതം കൊടുക്കുന്നു. ഓരോ സ്വഹാബിമാരും അവരുടെ വിഹിതം വാങ്ങി. കൂട്ടത്തിൽ ഈ ഗ്രാമീണനായ അറബി ഇല്ല, സ്വഹാബി ഇല്ല. വേറെ ചില സ്വഹാബാക്കൾ ഈ ഗ്രാമീണനായ സ്വഹാബിക്കുള്ള വിഹിതവുമായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ ഓഹരി കണ്ട സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മാഹാദ, ഇതെന്താണ്? സ്വഹാബത്ത് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള വിഹിതം, അഥവാ ഈ യുദ്ധത്തിൽ നിന്ന് ഗനീമത്ത് കിട്ടിയ സ്വത്താണ് നിങ്ങൾക്കുള്ള വിഹിതം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതാണ്. ഉടനെ തന്നെ ആ സ്വഹാബി ആ സ്വത്തുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. പ്രവാചകനോട് ചോദിക്കാണ്, മാഹാദ, പ്രവാചകരെ, ഇതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതു ലഹു ലക്, ഇത് നിങ്ങൾക്കുള്ള ഓഹരിയാണ്. യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് സ്വത്തിൽ എല്ലാവർക്കും അവരുടെ പങ്ക് വീതിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾക്കുള്ള വിഹിതാണ് ഞാൻ ഏൽപ്പിച്ചത്. ആ സ്വഹാബി പറയാണ്, മാ അലാ ഹാദാ തുബഅതുക, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇതിനു വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്. നിങ്ങളിൽ വിശ്വസിച്ച് ഞാൻ ജിഹാദ് ചെയ്ത് നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്തത് ഈ ഗനീമത്ത് സ്വത്ത് കിട്ടാൻ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. എനിക്കുള്ള ആഗ്രഹം ഇതാ ഇവിടെ. അദ്ദേഹം തന്റെ കൊല്ലിയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, പ്രവാചകരെ, ഇവിടെ അമ്പ് തറച്ച് മരിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം. എനിക്ക് ഷഹീദാവണം, അതാണ് എന്റെ സ്വപ്നം. ഇവിടത്തെ വില കുറഞ്ഞ വിഭവങ്ങള് എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഗനീമത്ത് സ്വത്ത് എനിക്ക് വേണ്ട. എന്റെ കഴുത്തിൽ അമ്പ് തറച്ച് ഷഹീദാകണം, മരിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹത്തിലാണ് പ്രവാചകരെ ഞാൻ ഈ യുദ്ധത്തിന് നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സത്യപ്പെടുത്തട്ടെ.
താൽക്കാലികമായി നിർത്തിവെച്ച യുദ്ധം വീണ്ടും തുടരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോ സ്വഹാബിമാര് ഒരു മനുഷ്യനെങ്ങനെ താങ്ങിയെടുത്ത് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു. ആ മനുഷ്യനെ കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിക്കുക, ആ ഹുവഹു, സ്വഹാബ കുറച്ചു മുമ്പ് എന്റെ മുന്നിൽ വന്നു ഇതാ ഇവിടെ അമ്പ് തറക്കണമെന്ന് പറഞ്ഞ് തിരിച്ചുപോയ മനുഷ്യനല്ലേ ഇതെന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, അതെ റസൂലേ. പ്രിയപ്പെട്ടവരെ, എവിടെ അമ്പ് തറച്ചു മരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണോ ആ സ്വഹാബി പറഞ്ഞത്, അതേ ഭാഗത്ത് അമ്പ് തറച്ചുകൊണ്ടാണ് യുദ്ധത്തിൽ ആ സ്വഹാബി ഷഹീദാവുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രംഗം കണ്ടിട്ട് പറയാണ്, സ്വദഖല്ലാഹു വസ്വദഖഹു. ആ മനുഷ്യൻ അതാ സത്യം പറഞ്ഞിരിക്കുന്നു, അള്ളാഹു ആ മനുഷ്യനെ സത്യപ്പെടുത്തിയിരിക്കുന്നു. രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഇന്ന ഹാദാ അബ്ദുക, അല്ലാഹുവേ നിന്റെ ഈ അടിമ ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തു വന്ന മനുഷ്യനാണ്. വഖുതില ഷഹീദൻ, ഇപ്പോൾ ആ മനുഷ്യനിതാ ഷഹീദായിരിക്കുന്നു. വാന ഷഹീദുൻ അലൈക്, ഞാൻ ഈ ഷഹീദിന് അല്ലാഹുവേ സാക്ഷിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്വഹാബിയുടെ അന്ത്യനിമിഷങ്ങൾ രക്തസാക്ഷിത്വം നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? ജീവിതത്തിൽ നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കൊല്ലിയിൽ അമ്പ് തറച്ച് മരണപ്പെട്ട ഈ സ്വഹാബിയുടെ ചരിത്രം. റമദാൻ കഴിഞ്ഞു, ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തവരാണ്. ഖുർആൻ പാരായണം അത് തുടർന്ന് കൊണ്ടുപോകണമെന്ന തീരുമാനമെടുത്തവർ, രാത്രി നമസ്കാരത്തെ കൃത്യമായി നിലനിർത്തണം, ചുരുങ്ങിയത് വിത്തിറെങ്കിലും നിസ്കരിക്കണമെന്ന തീരുമാനമെടുത്തവർ, ജമാഅത്ത് നമസ്കാരത്തിൽ റമദാനിൽ ഞാൻ കാണിച്ച അതേ കണിശത ഇനിയും തുടർന്ന് കൊണ്ടുപോകണമെന്ന തീരുമാനമെടുത്തവർ, റമദാൻ തീർന്നാലും സുന്നത്ത് നമസ്കാരങ്ങൾ റമദാനിൽ ഞാൻ കാണിച്ച ആവേശം, റവാത്തിബ് സുന്നത്തുകൾ ഞാൻ ഒഴിവാക്കുകയില്ലെന്ന തീരുമാനമെടുത്തവർ, സ്വതക്ക ചെയ്യാൻ നമ്മൾ കാണിച്ച ആ ഒരു ആവേശം അത് ജീവിതത്തിൽ നിലനിർത്തുമെന്ന് തീരുമാനമെടുത്തവരാണ് നമ്മളെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെടുത്ത ആ തീരുമാനത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് കൃത്യമായി ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കുക, ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ചോദിക്കണം, ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ ആത്മാർത്ഥതയുള്ള തീരുമാനങ്ങളായിരുന്നു? എന്റെ ഇഖ്ലാസിന്റെ അളവ് എത്രയാണ്? അതല്ല, ഇത് വെറും ഒരു പരിശുദ്ധ റമദാനിലെ ആവേശം മാത്രമായിരുന്നു എന്നത് നെഞ്ചത്ത് കൈവച്ച് ഞാനും നിങ്ങളും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇടറിയ നെഞ്ചും നിറഞ്ഞൊഴുകിയ കണ്ണുകളും പാപമോചനം തേടിയ രാവുകളും സുദീർഘമായ രാത്രി നമസ്കാരങ്ങളും ഖുർആൻ പാരായണത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച മണിക്കൂറുകൾ, അത് റമദാനിന്റെ ആവേശമായി മാറാൻ പാടില്ല. അത് ജീവിതത്തിലെ എന്നും നിലനിൽക്കുന്ന ശീലങ്ങളായി നമുക്ക് മാറ്റേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ റബ്ബിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒരൽപ്പം പോലും പിറകോട്ട് പോവാതെ മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഉപദേശം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഹദ്ദിസ്നി ബി അംരിൻ, എനിക്കൊരു ഉപദേശം തരണം. അഅ്തസിമു, എന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള
എന്റെ ജീവിതത്തിൽ എനിക്ക് മുറുകെ പിടിച്ച് കൊണ്ടു നടക്കാനുള്ള ഒരു ഉപദേശം എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സ്വഹാബി ആവശ്യപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിക്ക് കൊടുത്ത ഉപദേശം ഒരൊറ്റ വരിയിൽ പ്രവാചകൻ ഒതുക്കി. പ്രവാചകൻ പറയാ, ഖുൽ റബ്ബിയല്ലാഹ് സുമ്മസ്തഖിം. അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് നീ പ്രഖ്യാപിക്കുക, എന്നിട്ട് അടിയുറച്ചു നിന്നു എന്നാണ്. ഒറ്റ ഉപദേശം മാത്രമാണ്. അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് നീ പ്രഖ്യാപിക്കുകയും എന്നിട്ട് സുമ്മസ്തഖിം, നേരെ ചൊവ്വേ നിലകൊള്ളുക, ആ മാർഗത്തിൽ നീ ഉറച്ചു നിൽക്കുക. എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക്. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അതാണ് എന്റെ ജീവിതം, അതാണ് എന്റെ നിലപാട് എന്ന് ഉറക്കെ നീ പ്രഖ്യാപിക്കുകയും അതിൽ നീ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഉപദേശം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മ ഇസ്തഖാമൂ, പിന്നെ അതനുസരിച്ച് ചൊവ്വായ നിലയിൽ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലതാ മലക്കുകൾ സന്തോഷ വാർത്തയുമായി ഇറങ്ങി വരുന്നതാണ്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. അതായത് നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷമടയുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരുമെന്ന്, അഥവാ മരിക്കണ സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ അവർക്ക് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഗൗരവത്തില് സഹോദരങ്ങളെ ആലോചിക്കേണ്ട ഒരു വിഷയം, മലക്കുകളുടെ ആ സന്തോഷ വാർത്ത കേട്ടു മരിക്കാൻ ഞാനും നിങ്ങളും യോഗ്യരാണെന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേ ഈമാനോടുകൂടി ജീവിക്കാനൊന്നും പറ്റൂല. റമളാനിലെ ഈമാന് പ്രിയപ്പെട്ടവരെ ശവ്വാലില് കിട്ടണമെന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഒരേ ഈമാനിന്റെ ആളുകളല്ല, പലർക്കും വ്യത്യസ്തമായ ഈമാനായിരിക്കും ഉണ്ടാകുക, അളവിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അൽ ഈമാനു യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. തിന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ എന്ത് ചെയ്യുന്ന ഈമാനിന്റെ ഗ്രാഫ് ഇങ്ങനെ കുറയും, നന്മ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗ്രാഫ് ഉയരും. അതുകൊണ്ട് നന്മകൾ ചെയ്ത് ഈമാനിന്റെ ഗ്രാഫ് ഉയർത്താനാണ് ഞാനും നിങ്ങളൊക്കെ പരിശ്രമിക്കേണ്ടത്. സ്വഹാബിമാർക്ക് പോലും ഒരേപോലെ എപ്പോഴും ആ ഈമാന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. ഈമാന് ചിലപ്പോ കുറയും, ചിലപ്പോ എന്ത് ചെയ്യും, അത് കൂടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മഹാനായ ഹവ്വല റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നാഫഖ ഹവ്വല, ഹവ്വല മുനാഫിക്കായിട്ടുണ്ട്. ഹവ്വല മുനാഫിക്കായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, എന്താ ഹവ്വല നീ അങ്ങനെ പറയാൻ കാരണം? പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു, നബിയെ, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ, നരകത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോ ഞങ്ങളതിങ്ങനെ കൺമുന്നിൽ ഞങ്ങളിങ്ങനെ കാണും. സ്വർഗം നരകൊക്കെ എങ്ങനെ ഞങ്ങളെ കൺമുന്നിൽ ഞങ്ങളിങ്ങനെ കാണും. അപ്പൊ ഞങ്ങൾക്ക് വല്ലാത്തൊരു ആവേശവും വല്ലാത്തൊരു ഈമാനും ഇങ്ങനെ വർദ്ധിക്കും. പക്ഷെ ഞങ്ങളെ വീട്ടുകൾ ചെന്നാല്, ഞങ്ങളെ ഇണകളുമായി കൊണ്ട് സല്ലപിക്കുമ്പോ, മക്കളുമായി കൊണ്ട് ഇടപെടുമ്പോ, ദുനിയാവിന്റെ വിഷയത്തിൽ ഞങ്ങള് ഇടപഴകുന്ന സമയത്ത് ഞങ്ങൾ അതൊക്കെ എന്ത് ചെയ്യാണ്, അതൊക്കെയാണ് മറക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹല്ലല, അതങ്ങനെ ഉണ്ടാവുള്ളൂ.
അതങ്ങനെയേ ഉണ്ടാവും. ഒരാൾക്ക് മരണം വരെ എന്റെ കൂടെ ഇരിക്കുമ്പോൾ ലഭിക്കുന്ന ഈമാൻ നിലനിർത്തുവാൻ ഒരാളെ കൊണ്ട് സാധിച്ചാൽ മലക്കുകൾ അവർക്ക് ഷെയ്ക്കാൻ കൊടുക്കുന്നതാണ്. അള്ളാന്റെ മലക്കുകളെ അവർക്ക് കൈ കൊടുക്കും മരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് അതിനൊരിക്കലും ഹല്ലല സാധിക്കൂല. വലാകിൻ യാ ഹല്ലല സഅതൻ വസഅ, അതൊരു സമയാണ്, ഇത് വേറൊരു സമയമാണ്. അഥവാ എല്ലാ സമയത്തും ഒരേ ഈമാനോടുകൂടി ഒരാൾക്ക് ജീവിക്കാൻ പറ്റൂല. റമളാനിലെ വെള്ളിയാഴ്ച കിട്ടിയ അതേ ഈമാനല്ലല്ലോ ഇപ്പോ ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കുള്ള ഈമാൻ. റമളാനിലെ രാവും പകലും കിട്ടിയ ഈമാൻ ശവ്വാലിലും ദുൽഖഅദിലും ദുൽഹിജ്ജയിലും കിട്ടണമെന്നില്ല. പക്ഷെ ആ ഈമാൻ നന്മകൾ കൊണ്ട് നിലനിർത്താൻ സാധിക്കുമ്പോഴാണ് അതിന് ഗ്രാഫ് എന്ത് ചെയ്യാം, ആ ഈമാനിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. അതിനുള്ള ശ്രമമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും നടത്തേണ്ടത്. ആ ഈമാന് നിലനിർത്തി തരാൻ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. ആരാ സഹോദരങ്ങളെ ഈ ദീനിനു വേണ്ടി അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന, ഇസ്ലാം ദീനിനെ കൃത്യമായി സമൂഹത്തിന് കാണിച്ചു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. മഹാനായ അനസ് റളിയല്ലാഹു തആല ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ വിശ്വസിച്ചു, നിങ്ങളെ ഞങ്ങൾ സത്യപ്പെടുത്തി, ഇനിയും ഞങ്ങൾ തെറ്റിപ്പോകുമെന്ന് നിങ്ങൾ പേടിക്കണം. പ്രവാചകൻ പറയാണ്, അനസേ, അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഒരു മനുഷ്യന്റെ ഹൃദയമുള്ളത്. യുഖല്ലിബുഹാ കൈഫ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ആ ഹൃദയത്തെ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ, മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. എന്താ ഹൃദയം എന്ന പേര്, ഖൽബ് എന്ന പേര് വന്നത് എങ്ങനെയാണ്? ഖൽബ് എന്ന പേര് വന്നത് മാറി മറയുന്നതാണ്, ചാഞ്ചല്യം സംഭവിക്കുന്നതാണ് അതിന്റെ അർത്ഥം. ഏതു സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം. ഏതു സമയത്തും പ്രിയപ്പെട്ടവരെ ഈമാന് കുറയാം, ഈമാന് കൂടാം. പ്രവാചകൻ ശാസ്ത്രം പറയാണ്, അടുപ്പത്ത് വെച്ച കലത്തിലെ വെള്ളം തിളച്ചു മറിയുന്നതിനേക്കാൾ വേഗത്തിൽ മനുഷ്യന്റെ ഹൃദയം അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മുടെ ഹൃദയത്തെ പിടിച്ചു വച്ചിട്ടില്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തെ അല്ലാഹു തആല പിടിച്ചു വെച്ചില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ ആര് നമ്മളെ സഹായിക്കും? നമ്മുടെ ഹൃദയത്തെ അല്ലാഹു തആല തെറ്റിൽ നിന്ന് അല്ലാഹു തആല പിടിച്ചു നിർത്തിയത് കൊണ്ടാണ് പല തിന്മകളിലേക്കും ഞാനും നിങ്ങൾ പോവാത്തത്. അത് പടച്ചവനെ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഏതൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുക? പിന്നെ നമ്മളെ സഹായിക്കാൻ ലോകത്താര സഹോദരങ്ങളുള്ളത്? അള്ളാഹു നമ്മെ കൈയൊഴിഞ്ഞാൽ, അള്ളാഹു നമ്മളെ വഴികേടിലാക്കിയാൽ, പിന്നെ നമ്മളെ ഹിദായത്തിലാക്കാൻ ലോകത്താരെ കൊണ്ട പറ്റുക? അതുകൊണ്ട് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കല്ലേ അല്ലാഹ്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ഞങ്ങൾക്കതാ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നീ പ്രദാനം ചെയ്യുകയും വേണം. ഇന്നക അൻതൽ വഹാബ്, നീ തന്നെയാണ് കാരുണ്യം പ്രദാനം ചെയ്യുന്നവൻ. ഈ പ്രാർത്ഥന അറിയാത്ത ആരും സഹോദരങ്ങളെ ഈ സദസ്സിലുണ്ടാവില്ല. പക്ഷേ ഈ പ്രാർത്ഥന ഒരു ദിവസം ഞാനും നിങ്ങളും എത്ര തവണ സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാറുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്.
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ദിവസം നിരന്തരമായി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അതുകൊണ്ട് ഈമാൻ സഹോദരങ്ങളെ നിലനിർത്താനുള്ള മാർഗം കൃത്യമായി ഞാനും നിങ്ങളും കണ്ടെത്തണം. അതിനുള്ളൊരു മാർഗമാണ് പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന് പറഞ്ഞാൽ. പ്രവർത്തനങ്ങൾ തുടർച്ച ഉണ്ടാവും. റമളാനിൽ നമ്മൾ ചെയ്തതും തുടങ്ങിയതുമായ കാര്യങ്ങള് ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണം. അത് എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണെന്നറിയോ? അദ്വമുഹാ വഇൻ ഖല്ല. എത്ര കുറച്ചാണെങ്കിലും ചെയ്യുന്നത് പതിവായിട്ട് ചെയ്യാം. ചെയ്യുന്നത് പതിവായി ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോഴെപ്പോഴും സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ട്, എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കും, അങ്ങനെയല്ല. ഖുർആൻ ഓതുന്നുണ്ടോ? ആ കുറച്ചിലെ ഒരു 5 ആയത്ത് ഓതുന്നുള്ളൂ. ഓതുന്നത് എല്ലാ ദിവസവും ഓതുക. ജമാഅത്ത് നമസ്കാരങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകുക. രാത്രി നമസ്കാരങ്ങള് 11 നിസ്കരിക്കണ്ട, നിസ്കരിക്കാൻ കഴിയുന്ന ആള് നിസ്കരിക്കട്ടെ. അതിന് സാധിക്കാത്ത ഒരാള് അയാള് രാത്രി ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യാം. അയാൾക്ക് എണീക്കാൻ കഴിയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇശാഇന് ശേഷം ഒരു റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കുക. അത് ചെയ്യണത് പതിവായിട്ട് ചെയ്യാം. ഏത് കർമ്മം, വിശുദ്ധ ഖുർആൻ പാരായണം, പരിശുദ്ധ റമളാനിലെ ഓരോ ജുസുകൾ ഓരോ ദിവസം ഓതി തീർത്ത ആളുകൾ ഉണ്ടാവും. ഇപ്പൊ റമളാൻ കഴിഞ്ഞാല് ഒരു ജുസു ഒന്നും ഓതാൻ സമയം ഉണ്ടാവില്ല. വേണ്ട, ഒരു പേജെങ്കിലും ദിവസവും ഓതിക്കൊണ്ടുപോവുക. ചെയ്യുന്ന കർമ്മങ്ങള് എത്ര കുറച്ചാണെങ്കിലും അത് പതിവായിട്ട് ചെയ്യുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നുവെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇനി സഹോദരങ്ങളെ, പലതും ചെയ്യാന് അടുത്ത റമളാനിനെ കാത്തിരിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ നിലനിൽക്കാനുള്ള രണ്ടാമത്തെ മാർഗം എന്തെന്നറിയോ? ഈമാനികമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ അകലം പാലിക്കാതിരിക്കുക. അതല്ല, ഇനി വീണ്ടും റമളാൻ കഴിഞ്ഞു, ഇനി വീണ്ടും ആ ചെയ്ത തിന്മയിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകാൻ ഉദ്ദേശമെങ്കിൽ ഈ റമളാൻ കൊണ്ട് നമുക്ക് ഒരു നേട്ടം ഉണ്ടാവില്ല. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് എന്താ പറയുക? ഉത്ബോധനങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. ദീന് പഠിക്കാനുള്ള സംവിധാനത്തെ ബോധപൂർവം നമ്മൾ ഉണ്ടാക്കുക. ഒരിക്കലും ദീന് നമ്മളെ തേടി വരില്ല. മതപരമായ വിജ്ഞാനം ഒരിക്കലും നമ്മളെ തേടി ഇങ്ങോട്ട് വരില്ല. അത് അങ്ങോട്ട് പോയി കണ്ടെത്തുന്നുള്ളതാണ്. അതിനെവിടെയൊക്കെ അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളൊക്കെ നമ്മൾ ബോധപൂർവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ജുമുഅ ഖുതുബയിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയ്ക്ക് നമ്മൾ മാറാൻ പാടില്ല. ദീന് പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. QHLS ക്ലാസ്സുകൾ നമ്മുടെ മഹല്ലിൽ തന്നെ ആഴ്ചകളില് എല്ലാ വെള്ളിയാഴ്ചകളിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഫിഖിന്റെ ക്ലാസ് ആയിട്ട്, QHLS ആയിട്ട്, വിജ്ഞാനവേദികളായി പലതും നടക്കുന്നുണ്ട്. ദീന് പഠിക്കാനുള്ള അവസരമാണ്. വിദ്യാർത്ഥികൾക്ക് CRE സംവിധാനങ്ങളുണ്ട്. ദീനു പഠിക്കാൻ ധാരാളം അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. അതൊരിക്കലും നമ്മളെ തേടി ഇങ്ങോട്ട് വരൂല. നമ്മളത് കണ്ടെത്തി, നമ്മൾ അന്വേഷിച്ച് ബോധപൂർവം അത് പഠിക്കാനുള്ള ശ്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ദഅവ കൂട്ടായ്മയിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റണം. ഏറെക്കുറെ ഈമാൻ നിലനിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൽ നമ്മൾ നേടിയ ആ ആവേശം അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിലുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഈമാന് മരണം വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ.